ഞാനൊരു അരമണിക്കൂർ നേരം എന്ന് പറഞ്ഞാൽ 10:55 വരെയുള്ള സമയങ്ങളിൽ നമുക്ക് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. ഞാൻ വലിയ ഒരു പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ ധരിക്കരുത്. നമുക്ക് ഉള്ള പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. ഒരു കൊച്ചു വചനം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ മരിയൻ ധ്യാനം ആരംഭിക്കുകയാണ്. ഈ പുതിയ നിയമത്തിൽ മാതാവിനെ കുറിച്ച് 4 പ്രധാനമായിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ ചലനങ്ങൾ, മുൻപോട്ടുള്ള പ്രയാണങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മംഗളവാർത്തയാണല്ലോ, അല്ലെ? മംഗളവാർത്ത. രണ്ടാമതായിട്ട് പുതിയ നിയമം കാണുന്നത് നസ്രത്തിലെ പരിശുദ്ധ അമ്മയുടെ ജീവിതങ്ങൾ, അല്ലെങ്കിൽ ഗർഭധാരണത്തിന് ശേഷം തൻ്റെ പ്രിയപുത്രനെ പ്രസവിക്കുന്ന കാര്യങ്ങളുമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് എവിടെയാണ് നാം കാണുന്നത് എന്ന് ചോദിച്ചാൽ കാനായിലെ വിവാഹ വിരുന്നിലാണല്ലോ, അല്ലെ? കാനായിലെ വിവാഹ വിരുന്നിലാണ്. നാലാമതായിട്ട് നാം കാണുന്നത് കാൽവരിയുടെ ചിന്തയാണ്. അപ്പോൾ പ്രധാനമായും 4 സമയങ്ങളിൽ, സംഭവങ്ങളിലാണ് പുതിയ നിയമം പരിശുദ്ധ ദൈവമാതാവിനെ കൂടുതൽ വ്യാഖ്യാനിച്ച് കാണുന്നത്. ഞാനതിൽ ഏറ്റവും അവസാനത്തേത്, അതായത് കാൽവരിയുടെ ചിന്ത, അത് മാത്രമാണ് നമ്മൾ ഇന്നൊന്ന് ധ്യാനിക്കുന്നത്. ഒരു മാക്സിമം 30-35 മിനിറ്റ്. കാൽവരിയുടെ ചിന്ത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് എടുത്ത് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 27. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതിയാവും. യോഹന്നാൻ 19:27. യോഹന്നാൻ 19:27. അതാണ് അവസാനമായിട്ട് ഈശോയും മനുഷ്യരും തമ്മിൽ ഉള്ള സംഭാഷണം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അവസാനത്തെ സംഭാഷണമാണ് ഈ 19:27 എന്ന് പറയുന്ന തിരുവചനം. ഇത് വെറുതെ മനസ്സിലൊന്ന് കുറിച്ചിട്ടേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അവസാനത്തെ സംഭാഷണം ഏതാണെന്ന് ചോദിച്ചാൽ 19:27 കാണുന്നത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന വാക്കാണ്. ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ഇതാണ്. നിങ്ങൾ ഒന്നൊന്ന് പറയാമോ എന്നോട് ചേർന്ന്? അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ഇതാണ് അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത്. ഇതെന്താ പ്രത്യേകത? അവൻ അവളെ സ്വീകരിച്ചു എന്ന്, സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ആ ഒറ്റ ഒരു വാക്ക് മാത്രമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യനായ ഈശോ പറഞ്ഞ അവസാനത്തെ വാക്ക്, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. 26-ാമത്തെ തിരുവചനം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ താഴേക്ക് നോക്കി എന്നുള്ളതാണ്. സാധാരണ യഹൂദന്റെ നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ റോമൻ നിയമം അനുസരിച്ച്, കുരിശിൽ കിടക്കുന്നവൻ താഴേക്ക് നോക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. അത് വാസ്തവത്തിൽ തോർസോ എന്ന് പറയുന്ന ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് ഒത്തിരി ബൈബിൾ അതുമായിട്ടൊന്ന് പഠിക്കാം.
ടോർസോസ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുരിശിൽ കിടക്കുന്നവരെങ്ങനെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അവൻ്റെ മധ്യഭാഗം, അതായത് നട്ടെല്ലൊക്കെ സ്ട്രൈറ്റൻ ചെയ്താണ് കിടക്കുന്നത്. സ്ട്രൈറ്റൻ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ല. ഇങ്ങനെയായിരിക്കും നോക്കുന്നത്. കാരണം കൈ നന്നായിട്ട് ബന്ധിച്ചാണ്, നടുവ് നന്നായിട്ട് സ്ട്രൈറ്റൻ ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നോക്കില്ല, ഇങ്ങനെ നോക്കും. പക്ഷെ ഇവിടെ 26-ാമത്തെ തിരുവചനം പറയുന്നത് അവൻ താഴേക്ക് നോക്കിയെന്ന് പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോ നോക്കിയപ്പോൾ 2 പേരെ, അമ്മയെയും ശിഷ്യനെയും, താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനെയും കണ്ടു എന്നുള്ളതാണ്. അപ്പം വാസ്തവത്തിൽ നമുക്കിങ്ങനെ പറയണം, അത് ഇന്റൻഷനലി നോക്കുന്നതാണ്, അല്ല അബദ്ധത്തിൽ നോക്കിയതല്ല. അറിഞ്ഞുകൊണ്ട് എന്തോ ഒരു ഉദ്ദേശം നോക്കിക്കൊണ്ടാണ് അവൻ താഴേക്ക് നോക്കിയത് എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നോക്കരുത്, അല്ലെങ്കിൽ നോക്കാൻ പറ്റില്ല. അവസാനത്തെ നോട്ടമാണ് എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേകത. അപ്പം നമ്മൾ 2 കാര്യം പറഞ്ഞു. ഒന്ന്, അവസാനം മനുഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണം. രണ്ടാമത്തത് അവസാനമായിട്ട് ഒരു നോട്ടം എന്നുള്ളതാണ്. ഈ നോട്ടം എവിടെ കാണുന്നെന്ന് ചോദിച്ചാൽ വേറൊരു സാക്രിഫൈസിൽ ഈ നോട്ടമുണ്ട്. അതെവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 22-ാമത്തെ അധ്യായത്തിൽ. എന്താണെന്ന് ചോദിച്ചാൽ അബ്രഹത്തിന്റെ ഒരു ബലിയാണ്. അബ്രഹത്തിന്റെ ബലി, അബ്രഹവും സാക്രിഫൈസ് ചെയ്തു. ഇവിടെയും വലിയ സാക്രിഫൈസ് നടക്കുക. അബ്രഹത്തിന്റെ സാക്രിഫൈസിന്റെ സമയത്ത് ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, 13-ാമത്തെ വാക്കാണ്. അബ്രഹാം തല ഉയർത്തി മുകളിലേക്ക് അവൻ തല താഴ്ത്തി നോക്കിയപ്പോൾ മുള്ളുകൾക്കിടയിൽ ഉടക്കിക്കിടക്കുന്ന കുഞ്ഞാടിനെ കാണുന്നു. 2 പേരും നോക്കുകയാണ് ചെയ്യുന്നത് ഇന്റൻഷനലി. ഞാനത് വലിയൊരു കാര്യമായിട്ടല്ല പറയുന്നത്. നമ്മുടെ ചിന്ത പോകുന്നത് ഈശോ എന്തിനു നോക്കി, അല്ല എങ്കിൽ അവൻ നോക്കിയതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്വഭവനം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് ഭവനം? വാസ്തവത്തിൽ യോഹന്നാന് ഭവനമില്ല കേട്ടോ. ഭവനമില്ലാത്തവനോടാണ് കർത്താവ് പറയുന്നത്, ഭവനമില്ലാത്ത ഒരുത്തനോടാണ് പറയുന്നത് ഇവൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യോഹന്നാൻ പറയേണ്ടത് എനിക്ക് ഭവനമില്ല, ഞാൻ എവിടെ സ്വീകരിക്കാൻ എന്ന് പറയേണ്ടതാണ്. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് വീണ്ടും പഴയ കാര്യത്തിലേക്ക് വരാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ആദ്യം ഭവനം എന്ന് പറയുന്ന ചിന്ത എവിടെ നിന്നാണ് കിട്ടുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാവോ? വെറുതെ നമുക്ക് അങ്ങോട്ടും ഇത് മെഡിറ്റേഷൻ എന്നുള്ള തരത്തിൽ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരല്പം കൂടി മുൻപോട്ട് പോകട്ടെ, ഒരു ബൈബിൾ പഠിക്കുന്ന സമയമാകട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭവനം എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങുന്നത്? എവിടെയാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനമാണ്, അല്ലെ? ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടം അവന്റെ ഭവനമാക്കിയിട്ട് ഈ ഭവനത്തിൽ അവനെ ജീവിക്കാൻ അനുവദിക്കുന്നു. അപ്പോൾ ഏദൻ തോട്ടമാണ് ഭവനം എന്ന് പറയുന്നത്. മനുഷ്യനുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. ഈ ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ട്, മനുഷ്യനും ദൈവവും തമ്മിൽ ബന്ധമുണ്ട്, മനുഷ്യനും അതുപോലെ തന്നെ എല്ലാ ക്രിയേറ്റഡ് വേൾഡുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു ബന്ധത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അവിടെ പാപം എന്ന് പറയുന്ന 3-ാമത്തെ ഒരു എലമെന്റ് കയറി വന്നിട്ട് അവിടെ തകരുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് മനുഷ്യനെ എന്താണെന്നറിയാമോ? ഏദൻ തോട്ടം, അതായത് അവന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ അവന് വീടില്ലാതെ പോയി എന്നുള്ളതാണ്. മനുഷ്യൻ അതായത് ആദവും അവയും പാപം ചെയ്തപ്പോൾ അവരെ ഇറക്കി വിട്ടപ്പോൾ
അവർക്ക് സംഭവിച്ച ഒരു വലിയ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ, അവന് ഭവനമില്ലാതെ പോയി, ഭവനം നഷ്ടപ്പെട്ടു. ഭവനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ ദുഃഖം എന്ന് പറയുന്നത്. ജീവിക്കാൻ സ്ഥലമില്ല. കാരണം ഇറക്കി വിട്ടുപോയി, അവനുണ്ടായിരുന്ന ഭവനം നഷ്ടപ്പെട്ടു. മനുഷ്യകുലത്തിന് ഭവനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വീട്ടുകാരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് സ്വന്തപ്പെട്ടവരും നമ്മളുടെ സ്വന്തമെന്ന് പറയുന്നവരും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പാപം കൊണ്ട് മനുഷ്യനുണ്ടായത് ആദ്യം ഈ ഭവനം നഷ്ടപ്പെട്ടു, പറുദീസയിൽ നിന്ന് പുറത്തായി. അതുകൊണ്ടുണ്ടായിരുന്ന ദോഷം എന്താണെന്ന് ചോദിച്ചാൽ 4 ദോഷങ്ങളുണ്ടായി. 4 ദോഷങ്ങൾ. ഒന്നാമത്തെ ദോഷം ഏതാണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ്. ഭവനം നഷ്ടപ്പെട്ട മനുഷ്യൻ ഏറ്റവും ആദ്യം ചെയ്ത ദുഃഖം ഏതാണെന്ന് ചോദിച്ചാൽ, പരസ്പരം കുറ്റപ്പെടുത്തുന്നു, പഴിചാരുന്നു എന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ ഈ സാധനം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തോ ഒരു മൂന്നാമതൊരു കാര്യം കയറി വരികയും ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ലാതെ പോവുകയും ചെയ്തു. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്നെ മനസ്സിലായി പോകുന്നുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, ഭവനം നഷ്ടപ്പെടുന്നു. ഭവനം നഷ്ടപ്പെട്ടതിന് 4 കാരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് മനുഷ്യന് കുറ്റപ്പെടുത്തുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവർ, മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം വിചാരിക്കേണ്ടുന്നത് മറ്റൊന്നുമല്ല, എവിടെയോ ഒരു തേർഡ് പാർട്ടി കയറി വരികയും അതുപോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ലാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഭവനം കിട്ടണമെങ്കിൽ അതിലേക്ക് തിരിച്ചു വരണം. ഞാൻ പെട്ടെന്നൊന്ന് പോകട്ടെ റാപ്പിഡായിട്ട്. രണ്ടാമത്തേത്, ഒന്ന് പരസ്പരം കുറ്റപ്പെടുത്തുന്നു. രണ്ടാമത്തത് ഒരു ഒളിച്ചുകളിയുണ്ട് എന്നുള്ളതാണ്. ദൈവം വേണ്ട, ദൈവിക കാര്യങ്ങൾ വേണ്ട, അല്ല എങ്കിൽ കർത്താവ് വേണ്ട, സഭ വേണ്ട, പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, ബൈബിൾ വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ഒളിച്ചോട്ടമാണ് രണ്ടാമത്തത്, ഭവനം നഷ്ടപ്പെട്ടതിൻ്റെ. There are some children or the teenagers in front of me, young adults in front of me. Sometimes you say we do not want to have family or family relationships, parental relationships. We don't want to have any other relationships എന്ന് പറയുന്നത് ഒരു ഒളിച്ചുകളിയുടെ രംഗമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു ഒളിച്ചു പോകൽ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ഡൊമിനൻസ് കയറി വന്നു. somebody is dominating. ഒന്നുകിൽ ഭാര്യ ആയിരിക്കാൻ ഡൊമിനന്റ്, ഭർത്താവായിരിക്കാൻ ഡൊമിനന്റ്. ഇക്വാളിറ്റി, റെസിപ്രോസിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല, നഷ്ടപ്പെട്ടു. വ്യാഖ്യാനിക്കുന്നില്ല. അവസാനമായിട്ട് എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നു ഈ ഭവനം. ഞാൻ പറഞ്ഞത് കുടുംബം നഷ്ടപ്പെട്ട അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ, എവിടെയൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങളിൽ നമ്മൾ കടന്നു പിടിക്കണം. നമുക്ക് വീണ്ടും അപ്പോൾ ദൈവമായ കർത്താവ്, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒരു ഭവനത്തിൻ്റെ ചിത്രമാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒരു ഭവനത്തിൻ്റെ ചരിത്രമാണ്. ആരംഭത്തിലുള്ള ആദം, ഹവ്വ, അല്ലെങ്കിൽ ആ കുടുംബം. രണ്ടാമതായിട്ട് അവിടെ നിന്ന് അബ്രഹത്തിൻ്റെ കുടുംബം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ വിശുദ്ധ, അതായത് ഹോളി ഫാമിലി, തിരുക്കുടുംബത്തിൻ്റെ ചരിത്രം. വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത് പോലും കുടുംബത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. വെളിപ്പാടിൻ്റെ പുസ്തകം 21:3 അവസാനിക്കുന്നത്. രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ചുരുക്കം ഏതാണെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്കൊരു ഭവനം ഉണ്ടാക്കാൻ പോകുന്നു, ഈ ഭവനം താറുമാറായി പോകുന്നു, അത് പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ കുടുംബം ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് വെറുതെ ഒന്നെടുത്ത് നോക്കുക. അബ്രഹത്തിനെ നമ്മൾ കാണുന്നു. കർത്താവിന് ആഗ്രഹം, ദൈവമായ കർത്താവിന് ആഗ്രഹം, കർത്താവേ നല്ല ഒരു കുടുംബ ഭവനമായിട്ട് പോകണമെന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിക്കട്ടെ, നമ്മൾ തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 19:27. യോഹന്നാൻ കുടുംബമില്ലാത്തവൻ
അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നതിൻ്റെ തത്വം നമ്മൾ നോക്കിപ്പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ അബ്രഹത്തിന്റെ കുടുംബമാണല്ലോ. അബ്രഹാം ഊറിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു, വലിയ വജ്ര വ്യാപാരിയായിരുന്നു അബ്രഹത്തിനെ അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ, അതായത് കുമ്പസാരിപ്പിക്കാനായിട്ട് അച്ഛന്മാർ കുമ്പസാരക്കൂട്ടിലുണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് കുമ്പസാരിക്കാനുള്ളവരുണ്ട് ഇതിനകത്ത്. അപ്പം അതാ അവിടെ ഉണ്ട്, എവിടെയുണ്ട്, ഇവിടെയുണ്ട് 3-4 അച്ഛന്മാർ. ഒരു മലയാളവും ഒരു ഇംഗ്ലീഷും. ചിൽഡ്രൻ ആൻഡ് ദ ടീനേജേഴ്സ് ദർ ഈസ് എ പ്രീസ്റ്റ് ഹു ക്യാൻ. 3 മലയാളവും ഒരു ഇംഗ്ലീഷും. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? നമ്മൾ 3 മലയാളവും ഒരു ഇംഗ്ലീഷും. അച്ഛൻ അവിടെയുണ്ട്. നമുക്ക് അബ്രഹത്തിനെ വിളിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ്. 1-ാമത്തെ വചനം മുതലാണ്. അവ എന്തിനാണെന്ന് അബ്രഹത്തെ വിളിക്കുന്നത്? ഒരു നല്ലൊരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാം, നീ പിതൃഭവനത്തെ വിട്ടുവരിക. 4 കാര്യങ്ങൾ ചെയ്യണം. 4 കാര്യങ്ങൾ. ഒന്നാമതായി നീ പിതൃഭവനത്തെ വിടണം. രണ്ടാമതായി നീ ബന്ധുജനങ്ങളെ വിടണം. മൂന്നാമതായി നീ സ്വദേശത്തെ വിടണം. എന്നിട്ട് പറയുകയാണ്, ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം. 4 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നീ പിതൃഭവനത്തെ വിടുക, ബന്ധുജനങ്ങളെ വിടുക, പിന്നെ സ്വദേശത്തെ വിടുക, പിന്നെ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകണം. ഇതാണ് പറയുന്നത്. അബ്രഹാം അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നു, അബ്രഹാം ഇതെല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം തരുന്ന വലിയൊരു ഭവനം. നമ്മൾ എന്താണ് ഭവനം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അബ്രഹാമത്തിൻ്റെ ജീവിതം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത്തിരി കൂടി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, അവര് ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ നിന്ന് വീണ്ടും കാനാൻ ദേശത്തേക്ക് വരുന്നു. ഈ പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നിങ്ങളൊരു ചരിത്രം കാണുന്നുണ്ട്. പുറപ്പാട് 13. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: മോശ ആരുടെ അസ്ഥി എടുത്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, മോശ കാനാൻ ദേശത്തോട്ട് പോകുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. മോശ ആരുടെ അസ്ഥിയുമായിട്ടാണ് കാനാൻ ദേശത്തേക്ക് പോകുന്നത്? അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജോസഫ് എന്ന വ്യക്തി പറയുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ടു പോകാൻ മറക്കരുത്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ടു പോകാൻ മറക്കരുത്. എന്നിട്ട് മോശ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തുകൊണ്ട് പോകുന്നത്? കാനാൻ ദേശത്തോട്ട് പോകുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ? ഒരു ആർക്ക് ഓഫ് ദ കവനന്റ് ഇല്ലായിരുന്നോ? അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? വാഗ്ദാന പേടകത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? അഹറോന്റെ വടി, മന്ന, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. അഹറോന്റെ വടി ഉണ്ടായിരുന്നു, മന്ന ഉണ്ടായിരുന്നു, ഉടമ്പടി അല്ലെ, കൽപ്പനകളും ഉണ്ടായിരുന്നു. കൽപ്പന. ഇനി അതേപോലെ തന്നെ നമ്മൾ മറന്നു പോകരുത്. അവര് ആ പേടകത്തിലില്ലായിരുന്നു, പക്ഷേ ഈ ജോസഫിന്റെ അസ്ഥിയും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജോസഫിന്റെ അസ്ഥി എടുത്തുകൊണ്ട് പോകാൻ മറക്കരുത്. ജോസഫിന്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോയി. എന്തിനാണ് ജോസഫിന്റെ അസ്ഥി കൊണ്ടുപോകുന്നത്? പാസ്വത്തിന് ജോസഫ് പറയേണ്ടിയിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് വർഷം ഇവിടെ രാജാവല്ല പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആളാണ്, എന്നെ ഇവിടെ അടക്കണമെന്നല്ലേ പറയേണ്ടത് ഈജിപ്തിൽ, അല്ലേ? നോർമലി അങ്ങനെയല്ലേ പറയേണ്ടത്? കാരണം അവർ ആ ജനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ്, പറയേണ്ടത് അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭവനം ഇതല്ല, എൻ്റെ ഭവനം എന്ന് പറയുന്നത് കാനാൻ ദേശമാണ്, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം.
അപ്പോൾ ഇവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ അസ്ഥിയും എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ജോസഫിൻ്റെ ഇഷ്ടം സ്വന്തം ഭവനത്തിൽ അവനെ കാനാൻ ദേശത്ത് തന്നെ അവനായിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും വാസ്തവത്തിൽ ഏകദേശം 400 വർഷങ്ങളോളം ജോസഫിൻ്റെ ബോഡി ഈ ഈജിപ്ഷ്യൻ എംബാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 400 വർഷത്തോളം. 400 വർഷം കാത്തിരുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങൾ എൻ്റെ അസ്ഥിയും എടുത്തുകൊണ്ട് എൻ്റെ ദേശത്തേക്ക് പോകണം, എൻ്റെ ഭവനത്തിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അവസാനം ജോസഫിനെ അടക്കുന്നത് എവിടെയാണ്? ജോഷയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ജോഷയുടെ പുസ്തകത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജോസഫിൻ്റെ അസ്ഥി എവിടെയാണ് അടക്കുന്നതെന്ന്? ഷെക്കമിലാണ്. ഷെക്കമിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഷെക്കം എന്ന് പറയുന്നത് അവിടെയാണ് ഈ മാമ്രയുടെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ അബ്രഹത്തിന് 3 മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ആദ്യം അവിടെ ബലി വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സംഭവിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ യാക്കോബ് തിരിച്ചു വന്നിട്ട് യാക്കോബ് അവിടെയാണ് അനുരഞ്ജനപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ പൂർവ്വപിതാക്കന്മാരുടെ എല്ലാ പ്രധാന കേന്ദ്രമായിരുന്നു, അവിടെയാണ് ബലികൾ. അപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അവൻ്റെ സ്വജനത്തിലേക്ക്, ഭവനത്തിലേക്ക് വന്നു. നമ്മുടെ ചിന്ത വലിയതായിട്ട് അവിടെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. അത് കഴിഞ്ഞ് ഈ ഭവനം കണ്ടുപിടിക്കാനായിട്ട്, ഈ താറുമാറായി നശിച്ചില്ലേ ഭവനം, ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്, ഇത് കണ്ടുപിടിക്കാനും ഇത് കൊടുക്കാനുമായിട്ടാണ് ദൈവം മനുഷ്യനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ദൈവമാതാവിലാണ്. പരിശുദ്ധ ദൈവമാതാവ് സ്വന്തം ഉദരം ഭവനമാക്കി കൊടുക്കുന്നു, അല്ലെ? സ്വന്തം ഉദരമാണ് ഭവനമാക്കി കൊടുക്കുന്നത്. സ്വന്തം ശരീരമാണ് ഭവനമാക്കുന്നത്, ഉദരമാണ് ഭവനമാക്കുന്നത്, ജീവിതമാണ് ഭവനമാക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തിയെ തന്നെ ഭവനമാക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ജീവിതം തന്നെ, സ്വന്തം ഉദരം തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ ആദ്യം തകർന്ന കൂടാരത്തിനെ ഇവിടെ വീണ്ടും നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയാണ്. ആദ്യം തകർന്ന് എവിടെയൊക്കെ തകർന്നു ആ കൂടാരത്തിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഉദരത്തെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ശരീരമാണ് ഭവനമെന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വന്നാൽ. അതാണല്ലോ നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ എന്താ വായിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ എന്താ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്? ലൂക്ക 15 ധൂർത്തപുത്രൻ, അല്ലേ? ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇങ്ങനെ ഒരു വാക്ക്, അവൻ മരിച്ചവനായിരുന്നു, അവൻ ഭവനത്തിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ അവൻ ജീവനുള്ളവനായല്ലേ? അവൻ ഭവനം വിട്ടു പോകുന്നവൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവൻ തിരിച്ചു വരുമ്പോൾ അവൻ ജീവനുള്ളവനായി പോയി എന്നുള്ളതാണ് സത്യം. നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം എന്താണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇത് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മുൻപോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ കാണുന്നത് കാനായിലെ ഭവനമാണ്, അല്ലേ? കാനായിൽ ഒരു ഭവനമുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന്, അവിടെ ആഘോഷമുണ്ടായിരുന്നു. അവിടെ എന്താ കുറവ് വന്നത്? വീഞ്ഞില്ല, അല്ലേ? കാനായിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആഘോഷമുണ്ടായിരുന്നു, വീഞ്ഞില്ലായിരുന്നു. കാനായിലെ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. എന്താ ഈ 3-ാം ദിവസത്തിന്റെ പ്രത്യേകത? എന്തിനാ 3-ാം ദിവസം എന്ന് പറയാനതിൻ്റെ കാരണം? നമുക്ക് കാനായിൽ ഒരു കല്യാണ വിരുന്ന് നടന്നു എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. 3-ാം ദിവസം കാനായിലെ, അതായത് 3-ാം ദിവസം കാനായിൽ വിവാഹ വിരുന്ന് നടന്നു എന്ന് പറയുന്നത് എന്തിനാ? 3-ാം ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താ? എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറ. നിങ്ങളിപ്പോൾ പറയും 3-ാം ദിവസമാണെങ്കിലും 10-ാം ദിവസമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാര്യം എങ്ങനെയെങ്കിലും നടന്നു പോയാൽ മതി എന്ന് പറയും. 3-ാം ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഈശോ നഥാനിയേലിനെ കാണുന്നുണ്ടോ? നഥാനിയേലിനെ കാണുന്നുണ്ടോ? അയ്യോ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്ത? കാണുന്നുണ്ടോ? കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? നീ എന്തോ നിഷ്കളങ്കനല്ല, ഇത്തിരി കൂടി നിഷ്കപട, അങ്ങനെയല്ല. അവനോട് ഇപ്രകാരം പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതായത് അവനുമായിട്ട് പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഈ മഹത്വം നടക്കുന്നത്. അങ്ങനെ ഒരു 3-ാം ദിവസമുണ്ട്.
ഇനി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയേ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇവർ പുറപ്പെട്ട് 3-ാം മാസം 3-ാം ദിവസം അവർ സീനായ് മലയിൽ ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ 3-ാം മാസം 3-ാം ദിവസം സീനായ് മലയിൽ ചെന്നിട്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3-ാം ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ ജനതയാക്കി മാറ്റുക, ഒരു പുതിയ ഭവനമാക്കി മാറ്റുക, പുതിയ കമ്മ്യൂണിറ്റിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അത് കുറച്ചും കൂടി ആഴത്തിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ച് പോകാം. 3-ാം ദിവസം കല്യാണ വിരുന്ന് നടന്നു കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ നിങ്ങൾ വെറുതെ കണക്കൂട്ടി നോക്കിയാൽ അത് 3-ാം ദിവസമല്ല, 5-ാം ദിവസമാണ്. സത്യമായിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? 3-ാം ദിവസം അല്ല, അത് 5-ാം ദിവസമാണ്. 1, 2, 3, 4, 5 എന്ന് ഒന്ന് വെറുതെ എണ്ണി നോക്കുക. 5-ാം ദിവസമാണ്. അപ്പോൾ ഈ കല്യാണ വിരുന്ന് നടക്കുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. സാധാരണയായിട്ട് പരിശുദ്ധ അമ്മ ഈശോയോട് വന്ന് പറയുകയാണ്. എന്താ പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല അല്ലേ? മറുപടി പറഞ്ഞു, നമുക്ക് തമ്മിൽ എന്താ പ്രശ്നം, അത് അവരുടെ ബിസിനസ്, ഇതിൻ്റെ പരിപാടി നോക്കി പോവുക എന്നല്ലേ പറയേണ്ടത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് വന്ന് എന്താ പറയുന്നത്? ഇല്ല, അവൻ പറയുന്നത് ചെയ്യാൻ പറയുന്നു. സാധാരണയായിട്ട് മാതാവ് അങ്ങനെ പറയരുത് അല്ലേ? സാധാരണഗതിയിൽ ഇത് ക്ലോസ് ചെയ്ത കാര്യമാണ്, നിങ്ങളങ്ങ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാതാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 പ്രത്യേകതകളാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സെൻസിബിളാണ്, സെൻസിറ്റീവ് ടു ദ നീഡാണ്. പരിശുദ്ധ ദേവമാതാവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ സെൻസിറ്റീവ് ടു ദ നീഡാണ്. അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് കിട്ടുന്നത് വളരെ സെൻസിറ്റീവ് ടു ദ നീഡ്. രണ്ടാമത്തെ അമ്മയുടെ പ്രത്യേകത ഏതാണെന്ന് ചോദിച്ചാൽ അർജൻസിയിൽ അവൾ ഇടപെടുന്നു എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ ഈശോയുമായിട്ട് കോൺഫ്ലിക്റ്റ് പോകുന്നില്ല. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൾ പറയുന്നു, ഈശോ പറയുന്നത് ചെയ്യുക, ദൈവജനത്തെ ഈശോയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് മാതാവിൻ്റെ പ്രത്യേകത. ഈ കാനായിലെ ഭവനം, ആ ഭവനമുണ്ടായിരുന്നു. പക്ഷേ ഭവനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ആ ഭവനത്തിൽ ആഘോഷമില്ല. നമ്മുടെയൊക്കെ വീടുകളുടെ അവസ്ഥ എടുത്തു നോക്കുക, ജീവിതങ്ങളുടെ അവസ്ഥകളോട് നോക്കുക. നമ്മുടെ ഇവിടെ തന്നെ ഈ UK ഡിപ്രഷനിൽ ഉള്ളവർ 45%. ഒരു 13-നും 18-നും വയസ്സിന് ഇടയിലുള്ള ടീനേജേഴ്സ് സെൽഫ് ഹാം ചെയ്തു പോകുന്നത് 40%. എന്താണെന്ന് ചോദിച്ചാൽ അമ്മയോട് അടുത്ത് നിൽക്കുക, അമ്മയോട് നിൽക്കുന്നവൻ ആനന്ദം, ഈ അർജൻസി അല്ലെങ്കിൽ ഈ പറയുന്ന സെൻസിറ്റീവ് ടു ദ നീഡ്, അവിടെ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, അവൻ ഈശോയിലേക്ക് നയിക്കുന്നു. നമ്മൾ അവസാനത്തെ കാര്യത്തിലേക്ക് വരുന്നു. ഈ ഭവനം വീണ്ടും മുൻപോട്ട് പോവുകയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതിന് യോഹന്നാൻ മറുപടി പറയുന്നു, അവൻ ഈ സമയം മുതൽ, ഇപ്പോൾ മുതൽ അവളെ ഭവനത്തിൽ സ്വീകരിച്ചു. അതിന് ഗ്രീക്കിൽ ഇങ്ങനെയാണ് അതിന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്, എയ്ദ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവനുണ്ടായിരുന്ന ബിലോങ്ങിങ്ങിലേക്ക്, അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചു. യോഹന്നാന് ഭവനമില്ല എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെബെദീപുത്രന്മാരുടെ മക്കളായിട്ടുള്ള യാക്കോബും യോഹന്നാനും ഈശോ വിളിച്ച ഉടനെ തന്നെ വലയും പിതൃഭവനത്തെയും ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ്. ഒരു യഹൂദനെ സംബന്ധിച്ച് ഭവനം എന്ന് പറയുന്നത് അവന് 5 കാര്യങ്ങളാണ് ഈ ഭവനം എന്ന് പറയുന്നത്. ഒന്നാമത്തത് അവൻ്റെ താമസിക്കുന്ന സ്ഥലം, രണ്ടാമത്തത് അവൻ്റെ ഐഡന്റിറ്റി, മൂന്നാമത്തത് അവൻ്റെ തലമുറകൾ, നാലാമത്തത് അവൻ്റെ തുടർച്ചകൾ, അഞ്ചാമത്തേത് എന്ന് പറയുന്നത് അവൻ കൊടുക്കുന്ന കെയർ എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാൻ അമ്മയെ സ്വീകരിക്കുന്നത് മറ്റൊന്നുമല്ല,
അവനുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മുഴുവനും അമ്മയെ സ്വീകരിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പരിശുദ്ധ ദൈവമാതാവ്, അവൾക്കറിയാം അതേ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ പോകുന്നു, അവൾ പറയേണ്ടുന്നത് നീ മരിക്കുന്നതിന് മുൻപേ എന്നെ ആരെങ്കിലും ഏൽപ്പിച്ചേക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ ഈശോ തന്നെ പരിശുദ്ധ അമ്മയോട് പറയണം, നേരത്തെ തന്നെ പറയണം, ദേ ഞാൻ മരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു, നിന്നെ മാതാവിനെ ദേ ഇന്ന ആളിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയണമായിരുന്നു. നേരത്തെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മകൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത്രമാത്രം അവസാന നിമിഷം വരെ കാത്തിരിക്കുകയാണ് ചെയ്തത് ഈ പുതിയ ഭവനത്തിന് വേണ്ടിയിട്ട്. ഈ പുതിയ ഭവനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ ജീവിതം തന്നെയായിരുന്നു. യോഹന്നാൻ എന്ന വ്യക്തിയിൽ അവനുണ്ടായിരുന്ന സകല അവസ്ഥകളിലേക്കും ദൈവമാതാവിനെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ അമ്മയെ ഒരു ഡിസൈപ്പിൾ എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ അവൻ സ്വീകരിച്ചതുപോലെ നമ്മൾ സ്വീകരിക്കണം. ഈ സ്വീകരിച്ചവന് എന്തായിരുന്നു ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്തത്? ഭക്ഷണപദാർത്ഥം കൊടുത്തത് മറ്റൊന്നും തന്നെയല്ല, കുരിശിൽ നിന്ന് അവൻ്റെ രക്തവും വെള്ളവുമാണ് ഭക്ഷണവും പദാർത്ഥവുമായിട്ട് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരുവനെ ഭവനത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സഭയിൽ സ്വീകരിക്കുക, ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് സ്വീകരിക്കുക അമ്മയെ, എന്നിട്ട് വിശുദ്ധ കുർബാനയും കൂദാശകളും സ്വീകരിച്ചുകൊണ്ട് ആ ഭവനത്തിൽ പുഷ്ടിപ്പെടുക എന്നുള്ളതാണ്. ഒറ്റ ഒരു വാക്കിൽ കൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. സഭയിൽ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്കുള്ള അവസ്ഥകളിൽ നിന്നുകൊണ്ട് അമ്മയെ സ്വന്തം ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നമ്മുടെ അവസ്ഥകളിലേക്ക് സ്വീകരിച്ചിട്ട് നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളായിട്ട് മറ്റൊന്നുമല്ല നമ്മുടെ സാക്രമെൻറ്റ്സ്, നമ്മുടെ കൂദാശകൾ, നമ്മുടെ ജീവിതങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വളരാനായിട്ടുള്ളത്. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഒരു ഭവനം ഞങ്ങൾക്ക് നൽകി. ഈ ഭവനം മറ്റൊന്നുമല്ല, മണ്ണുകൊണ്ടുള്ളതല്ല, കൂടാരങ്ങളല്ല. ഞങ്ങളുടെ വീട്ടിൽ സന്തോഷവും ഞങ്ങളുടെ വീട്ടിൽ ആ കൃപയും ഒക്കെ വളർന്നു വരണമെങ്കിൽ ഞങ്ങൾ അമ്മയോട് ചേർന്ന് നിൽക്കണം. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ വലിയ ഒരു ആനന്ദമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചതുപോലെ ഞാനും സ്വീകരിക്കുന്നു. അമ്മേ മാതാവേ, ഇന്നു മുതൽ ഈ ദിവസം ഞാൻ അമ്മയുടെ സമീപത്ത് നിൽക്കുമ്പോൾ, ഈ ഭവനത്തിൽ നിൽക്കുമ്പോൾ, അമ്മേ എൻ്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരണം. എനിക്കുള്ള സകലതും അമ്മയുടെ ജീവിതമായിട്ട് മാറ്റണം എന്നുള്ളതാണ്. ആ അമ്മ പറഞ്ഞു തരുന്ന 2-3 കാര്യങ്ങളാണ്. മകനിലേക്ക് പോവുക, നിനക്ക് ജീവിക്കാനുള്ള, നീ സ്വീകരിച്ചു കഴിയുമ്പോൾ നിനക്ക് വളരാനുള്ള കൃപകളാണ് കൂദാശകളെന്ന് പറയുന്നത്, സാക്രമെൻറ്റ്സ് എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ ജീവജലം ഒഴുകി വന്നല്ലോ കർത്താവിൻ്റെ വശസ്സിൽ നിന്ന്. ആ ജീവജലം എന്ന് പറയുന്നത് കൂദാശകളും അല്ല എങ്കിൽ പ്രാർത്ഥനകളുമാണ്. നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കാം, സഭയിൽ വളരാം. സഭയാണ് നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. ഒരുപക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് സഭയില്ലാതെ ജീവിക്കാനും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. നമ്മുടെ സഭയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും എനിക്കും സീറോ മലബാർ സഭ തന്നെയാണ്. ഈ സീറോ മലബാർ സഭയിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഞാൻ കൂദാശകളിലൂടെ വളരുന്നത്. ഈ സീറോ മലബാർ സഭയിലൂടെ വിശ്വസിക്കുന്നതിലൂടെയാണ് എൻ്റെ ഭവനം, ഞാൻ അമ്മയെ ഭവനമാക്കി വളരുന്നത്. നമുക്ക് അത്തരത്തിൽ ഒരു ജീവിതം പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒന്ന് പാടി, അമ്മയോട് ചേർന്ന് ഒന്ന് പാടി ഈ സുവിശേഷ സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ഗാനം പാടി നമുക്ക് അമ്മേ മാതാവേ ഞങ്ങൾ പരിപൂർണമായിട്ട് അമ്മയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ ഭവനമാക്കി മാറ്റുന്നു, സഭയെ ഭവനമാക്കി മാറ്റുന്നു. കൂദാശകൾ ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ വളർന്നു പോകുന്നു. തകർന്ന കുടുംബമുണ്ടാവും,